ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അച്ഛനും മക്കളും അതുപോലെ തന്നെ ഞാനും തൊട്ടടുത്ത അലമാര കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അമ്മക്കുട്ടിക്ക് ഒരുപാട് നാളായി സ്റ്റഡി ടേബിൾ പറയുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം അവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ അമ്മക്കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നേരമായി അത് പിടിച്ച് വലിക്കാൻ നോക്കുന്നു, കൈ പോരുന്നില്ല. അങ്ങനെ അത് ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും തുറന്ന് അമ്മക്കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അത് കഴിഞ്ഞ് അഖിലേട്ടൻ തിരിച്ച് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആവോലി മയിലിയും ഇട്ടുണ്ട്. അപ്പോൾ ആവോലി നന്നായിട്ട് വറുത്തരച്ച് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടോ. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ വറക്കാനുണ്ടായിരുന്നേ. അങ്ങനെ പെരുജീരകം, ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ചേർന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുക്കിന് മീനിലൊക്കെ കറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കറക്കി വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് തേങ്ങ നന്നായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. തൊട്ടടുത്ത് അടുപ്പിൽ നാത്തൂന് എന്ത് ചെയ്തു, പഴം ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ തീക്കനൽ വെച്ച് ചുട്ടെടുത്ത പഴത്തിന് ഭയങ്കര മധുരമാണ്. കുട്ടികൾക്കാണെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. സാധാരണ പഴത്തിനേക്കാൾ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് ആദ്യക്കുട്ടനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആദ്യക്കുട്ടനെ ഉറക്കാൻ പോവുകയാണ്. ടാറ്റ ബൈബൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വരുമ്പോഴത്തേക്ക് നല്ല കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാകും. അതിലേക്ക് നമ്മുടെ ആവോലി കഷ്ണങ്ങളായിട്ട് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ തേങ്ങ ചൂടാറി മിക്സിയിൽ അടിച്ച് നല്ല പട്ട് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നല്ല ചെറിയുള്ളിയിൽ ഇങ്ങനെ താളിച്ച് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഓഹ് എൻ്റെ അമ്മയെ പറയാൻ വയ്യ കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ അങ്ങനെ ചോറും കറികളൊക്കെ മാറ്റിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇതാകുമ്പോൾ എളുപ്പമാണ് എടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ക്ലീനിങ് ആണ് കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ എടുത്തുകൾ ടാറ്റ ബൈ ബൈ, സീ യു.